ഹാപ്പി ദീപാവലി ടു ഓൾ. ഈ വർഷത്തെ ദീപാവലി ആഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പടക്കം വാങ്ങാൻ പോവുകയാണ്. രാത്രിയിൽ പടക്കം പൊട്ടിക്കണമല്ലോ, നല്ല ദീപാവലി ഫുള്ളി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ വാരിക്കോരി ഒരു കൊട്ട നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പടക്കമെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നു, കുഞ്ചു അതിനകത്ത് ഫിഷിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പയ്യെ ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു. ബിക്കോസ് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം ദിവാലി ആഘോഷിക്കാൻ. മീൻ വൈൽ അമ്മ അവിടെ ഉയരെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനും കുഞ്ചും കൂടെ എല്ലാ വർഷത്തെയും പോലെ ചിരാതുകളെല്ലാം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴുകിയെടുത്തു. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ള എൻ്റെ ഈ സൗണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം, ബിക്കോസ് എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ കണ്ടിട്ട് വരാം. കഴുകി ഉണക്കിയ ചിരാതുകളും നിലവിളക്കും വളരെ മനോഹരമായി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ പയ്യെ ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. പയ്യെ ഒരു 6:15 ആയപ്പോഴത്തേക്ക് നമ്മൾ നിലവിളക്കിൽ തിരിയിട്ട് ആദ്യം തന്നെ നിലവിളക്ക് കത്തിച്ചു. അതിനുശേഷം ചിരാതുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കത്തിക്കാൻ തുടങ്ങി. ഈ സമയം മഴ തകർത്ത് പെയ്യുമായിരുന്നു. പോരാത്തതിന് ഇടിയും മിന്നലും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിലവിളക്ക് കെടാതെ നോക്കി. അതുപോലെ പിന്നെ അങ്ങനെ കാറ്റുണ്ടെങ്കിലും എന്തോ ഭാഗ്യത്തിന് ദീപങ്ങളൊന്നും കെട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം കത്തിച്ച് നല്ല ഭംഗിയാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കത്തിച്ചതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാം. കണ്ടില്ലേ, മഴ തകർത്ത് പെയ്യുന്നതുകൊണ്ട് നമ്മളപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറിപ്പോയി വിളക്കെല്ലാം കത്തിച്ചിട്ട്. അതിനുശേഷം മഴയെല്ലാം മാറിയതിന് ശേഷം സതീഷേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പടക്കമെല്ലാം പൊട്ടിക്കുന്നത്. നമ്മൾ നമ്മുടെ നെയ്ബേഴ്സായിട്ടുള്ള ഷാരോൺ ചേച്ചിയെയും പപ്പയും ഷിബിനെയും ഒക്കെ വിളിച്ച് ഒരുമിച്ചാണ് പടക്കമൊക്കെ പൊട്ടിച്ചത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല വൈബായിരുന്നു. എല്ലാ പ്രാവശ്യവും നമ്മൾ ദീപാവലി കളറാക്കാൻ നോക്കാറുണ്ട്. ഇത്തവണ ആളുകളും കൂടെ കൂടുതലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരുന്നു. അപ്പോൾ കുറേ പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് നിന്ന് അങ്ങോട്ട് പൊട്ടിക്കായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ദീപാവലിയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം പുതിയൊരു ദീപാവലി വ്ളോഗ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.